എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെഷനാണിത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വരാനിരിക്കുന്നു ഇനി ഈ മാർച്ച് മുതൽ പുറകോട്ടുള്ളതുമായിട്ടുള്ള കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ റീസെൻ്റ്ലി റിലീസ്ഡ് ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ റാങ്ക് എത്ര? ഓപ്ഷൻ എ 75, ഓപ്ഷൻ ബി 81, ഓപ്ഷൻ സി 134, ഓപ്ഷൻ ഡി 125. എത്രയാണ് റാങ്ക്? ഓപ്ഷൻ സി 134 ആണ് ഇന്ത്യയുടെ റാങ്ക്. ഓർത്ത് വെക്കണേ. രണ്ടാമത്തെ ചോദ്യം: ദ റീസെൻ്റ്ലി ഡിസ്കസ്ഡ് ഡെമോക്രസി റിപ്പോർട്ട് 2024 ഹാസ് ബീൻ റിലീസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡെമോക്രസി റിപ്പോർട്ട് 2024 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ, റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. കാരണം പ്രസ് ഫ്രീഡം, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ്. റിപ്പോർട്ടേഴ്സ് സാൻസ് ബോർഡേഴ്സ് എന്നും പറയും. ഓപ്ഷൻ ബി UNDP, സി നിതി ആയോഗ്, VDEM ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഏതാണ് ഈ സംഭവം? റീസെൻ്റ്ലി ഡിസ്കസ്ഡ് ഡെമോക്രസി റിപ്പോർട്ട് ആരുടെയാണ്? VDEM ആണ്. ഓപ്ഷൻ ഡി VDEM ഇൻസ്റ്റിറ്റ്യൂട്ട്. മൂന്നാമത്തെ ചോദ്യം: വിച്ച് ടീം വൺ ദ രഞ്ജി ട്രോഫി 2024? രഞ്ജി ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടാണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ രഞ്ജി ട്രോഫി. അപ്പോൾ ഇത് ഏത് ടീമാണ് ജയിച്ചത്? ഒരുപാട് നാളുകൾക്ക് ശേഷം മുംബൈ ടീമാണ് ജയിച്ചത്. ഓപ്പോസിഷൻ ഉണ്ടായത് ഏതാണ്? വിദർഭയാണ്. ഓർത്ത് വെക്കണേ, മുംബൈയാണ് ജയിച്ചത്. വാട്ട് ഈസ് ദ ന്യൂലി അപ്രൂവ്ഡ് നെയിം ഫോർ അഹമ്മദ് നഗർ സിറ്റി ബൈ മഹാരാഷ്ട്ര ക്യാബിനറ്റ്? അപ്പോൾ ഏതാണ് പുതിയ പേര് അഹമ്മദ് നഗറിന്, മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ അഹല്യ നഗർ, ഓപ്ഷൻ ബി ധാരാശിവ്, ഓപ്ഷൻ സി അയോധ്യ, ഓപ്ഷൻ ഡി തൻഹാജി നഗർ. ഏതാണ്? ഇപ്പോൾ എല്ലാത്തിൻ്റെയും പേര് മാറ്റുന്നുണ്ടല്ലേ. ഇപ്പോൾ അമൃത് ഗാർഡൻ ആക്കി മുഗൾ ഗാർഡൻസ്, അങ്ങനെ സാംഭാജി നഗർ എന്ന് പറയുന്നത് ഔറംഗാബാദിൻ്റെ പേരാണ്. അപ്പം ഇതിലേതാ ഓപ്ഷൻ? ഓപ്ഷൻ എ അഹല്യ നഗറാണ് ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ സിറ്റിക്ക് ഉള്ള പുതിയ പേര്. ഹൂ ലോഞ്ച്ഡ് പ്രസാദ് ഭാരതീസ് ന്യൂ സർവീസ് PB ശബ്ദ്? PB ശബ്ദ് എന്ന് പറയുന്നത് പ്രസാദ് ഭാരതിയുടെ ആണെന്ന് ഓർത്ത് നോക്കണം. അതിൻ്റെ കൂടെ ആരാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? അമിത് ഷാ, നരേന്ദ്രമോദി, S ജയശങ്കർ, അനുരാഗ് താക്കൂർ. ഓപ്ഷൻ ഡി ആണ്, അനുരാഗ് താക്കൂർ. അടുത്തത്: ദ കമ്മിറ്റി ഫോംഡ് ഓൺ വൺ നേഷൻ വൺ ഇലക്ഷൻ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട്. ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ദിസ് കമ്മിറ്റി? അപ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന് ഒരു സമയത്ത് തന്നെ എല്ലാ ഇലക്ഷൻസും കണ്ടക്ട് ചെയ്യുന്ന, സിങ്ക്രണസ് ആയിട്ടുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്നാണ്, ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമിത് ഷാ, നരേന്ദ്രമോദി, രാംനാഥ് കോവിന്ദ്, രഘുറാം രാജൻ. ആരാണ്? രഘുറാം രാജൻ അല്ല കേട്ടോ. ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദാണ്. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ? കേരള, ഗുജറാത്ത്, ഹിമാചൽ, തമിഴ്നാടു. ഇതിന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലേ ഈ കാര്യം. CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് വളരെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭ എന്ന് പറയുന്നത് കേരളമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷ പുരസ്കാരം, ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടുള്ള അവാർഡ്, മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ബെന്യാമൻ, സേതു, ഡോക്ടർ PK രാധാമണി, D സാറ ജോസഫ്. ആരാണ്? ഓപ്ഷൻ സി PK രാധാമണിയാണ്. മിഷൻ ദിവ്യാസ്ത്ര ദൗത്യം നയിച്ച മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? ഹൂ ഈസ് ദ ഫീമെയിൽ സയൻറ്റിസ്റ്റ് ഹു ലെഡ് ദി മിഷൻ ദിവ്യാസ്ത്ര ഓഫ് ISRO അല്ലേ? ISROയുടെയാണോ അല്ല DRDOയുടെയാണോ? ഏതാണ്? DRDOയുടെയാണ് അല്ലേ? എന്താ കാരണം? ഈ മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്നത് അഗ്നി 5 മിസൈൽസുമായി ബന്ധപ്പെട്ടതാണ്. അഗ്നി 5ൻ്റെ ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ഈ പറയുന്ന മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്നത് 6000 കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈലാണ് അഗ്നി 5. ഷീന റാണി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത്: ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്, കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം. എവിടെയാണ്? കണ്ണൂരാണോ? അല്ല, കോഴിക്കോടാണ്. ഓപ്ഷൻ എ കോഴിക്കോട്. ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന MCQs എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ.